ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാരോടും പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും വിശദീകരണം തേടി കണ്ണൂർ ADM. ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോയ സാഹചര്യം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഇന്ന് തന്നെ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. സംഭവത്തിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെ കണ്ണൂർ ADMനെ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം ഇങ്ങനെ. രാജേഷിന്റെ ബോഡി കണ്ടെത്തിയ സമയം മുതൽ ആ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ അയക്കുന്നത് വരെ മുഴുവൻ സമയവും ആ ബോഡിയുടെ കൂടെ ഉണ്ടായ ഒരാളാണ് ഞാൻ. ഈ ഫ്രീസറുള്ള ആംബുലൻസിന്റെ വിവരം പറഞ്ഞപ്പോഴും ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതാണ്, ഫ്രീസറുള്ള ഒരു ആംബുലൻസ് തന്നെ ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് ഉചിതം എന്ന് പറയുകയും ആ ഉത്തരവാദിത്വവും ജില്ലാ കളക്ടർ ഏറ്റെടുത്തതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യാനുള്ള ശ്രമം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ആണ് പിന്നീട് ഏർപ്പാടാക്കി വന്നത്. വരുമ്പോൾ അതിൽ ഫ്രീസർ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഫ്രീസർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ആ സമയത്ത് അത് ലഭ്യമാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തെ ജീവനക്കാർ ബോഡി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് 2 ലെയർ പൊതിഞ്ഞു കെട്ടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് പ്രയാസം വരില്ല എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബോഡി അയക്കേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കിയത്. ചെറുപുഴ മീൻതുള്ളിയിൽ തുരുത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള സ്വദേശി R. രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാജേഷിൻ്റെ മൃതദേഹം ലഭിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാത്രി 8 മണിയോടെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. പരിയാരത്തുള്ള ആംബുലൻസിൽ ഫ്രീസർ സൗകര്യം ഇല്ലാത്തതിനാൽ ഇക്കാര്യം റവന്യൂ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ വാദം. സ്വകാര്യ ആംബുലൻസുകൾ വലിയ തുക വാടക പറഞ്ഞെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഇങ്ങനെയൊരു പ്രശ്നം തനിക്ക് അറിയില്ലെന്നായിരുന്നു പയ്യന്നൂർ തഹസിൽദാരുടെ നിലപാട്. ആംബുലൻസ് കോഴിക്കോട് എത്തിയപ്പോഴേക്കുമാണ് മൃതദേഹത്തിൻ്റെ അവസ്ഥ മോശമായത്. വിഷയം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിനെ അറിയിച്ചതോടെ സൂപ്രണ്ട് ഇടപെട്ട് ചാവക്കാട് വെച്ച് സ്വകാര്യ ആംബുലൻസ് ഏർപ്പാടാക്കി. സംഭവം വിവാദമായതോടെയാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ വിഷയത്തിൽ ഇടപെടുകയും കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തത്. ഫ്രീസറുള്ള ആംബുലൻസ് വേണമെന്ന് റവന്യൂ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നതായി രാജേഷിൻ്റെ നാട്ടിൽ നിന്നെത്തിയ പഞ്ചായത്തംഗം മഹേഷ് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.